ഹായ് എവ്രിവൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ ബുക്സ് സെല് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പറയാനായിട്ടാണ്. ബുക്സ് പോലെയുള്ള കാറ്റഗറി എന്ന് പറയുന്നത് GST എക്സെംപ്റ്റഡ് കാറ്റഗറീസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് GST ഇല്ലാതെ സെല് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാറ്റഗറിയാണ് ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ബുക്സ് എന്ന് പറയുമ്പോൾ എല്ലാ ബുക്സും GST എക്സെംപ്റ്റഡ് ആയിട്ട് വരുന്നില്ല. ചില പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ളത് GST ലെവിയറാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഏത് തരത്തിലുള്ള ബുക്സാണ് സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബുക്സിന് ടാക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം തന്നെ കൺഫേം ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് തന്നെ നിങ്ങളുടെ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പിൻകോഡ് സർവീസബിൾ ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് സെൽഫ് ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനൊന്നുമില്ല. ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ കാർട്ട് ലോജിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് സെല്ലിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ഈ ഒരു പിൻകോഡ് സർവീസബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് GST നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഫീൽഡ്, അതുപോലെ ആ ഒരു പേജ് വരുന്ന സമയത്ത് നമുക്ക് GST എക്സെംപ്റ്റഡ് കാറ്റഗറിയിലാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ ബുക്സാണ് സെല്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം പ്രിപ്പയർ ആക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് ഏതൊക്കെ കാറ്റഗറീസിൽ വരുന്ന ബുക്സ് ഉണ്ട് എന്നുള്ളത്, അതായത് ബുക്സിൻ്റെ തന്നെ സബ് കാറ്റഗറീസ്, കളറിംഗ് ബുക്സ്, ഡ്രോയിങ് ബുക്സ്, ഇങ്ങനെയുള്ള ബുക്സുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമല്ലോ, പ്രിൻറ്റഡ് ബുക്സ്. അപ്പം ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാം. മാത്രമല്ല ഓരോ ടൈപ്പിലുള്ള ബുക്സും സെല്ല് ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിനുള്ള പെർമിഷൻസ് അല്ലെങ്കിൽ റൈറ്റ്സ്, നിങ്ങൾ ഓതറാണ് അല്ലെങ്കിൽ പബ്ലിഷറാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താം. അതിനുശേഷം നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്സിൻ്റെ ഹൈ ക്വാളിറ്റി ഇമേജസും ലിസ്റ്റിങ്സിന് ആവശ്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും സെറ്റ് ചെയ്യലാണ് ഈ ഒരു സ്റ്റെപ്പിൽ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ ബുക്സ് ഫ്ലിപ്കാർട്ടിൻ്റെ അക്കൗണ്ടിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാതും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബുക്കിൻ്റെ ഡയമെൻഷന്, ബുക്കിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ നമ്പർ ഓഫ് പേജസ്, ഇനി അതാരെങ്കിലും പബ്ലിഷ് ചെയ്ത ബുക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രൈസിങ്, ഇങ്ങനെയൊക്കെയുള്ളത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഈ ഒരു പേജിനകത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സെല്ലർ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് ലിസ്റ്റിങ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ബുക്സിനായിട്ടുള്ള പുതിയ ലിസ്റ്റിങ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ബുക്കിൻ്റെ ടൈറ്റിൽ, ഓതർ, ISBN അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ISBN, അതുപോലെ ലാംഗ്വേജ്, കാറ്റഗറി, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ MRP ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം MRP സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി അതല്ല ഫ്രം ടൈം ടു ടൈം നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട്സോ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുത്തത് പിന്നെ റിവൈസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് വന്നിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻവെൻട്രി, അതായത് നമുക്ക് എത്ര യൂണിറ്റ്സ് സ്റ്റോക്ക് ഉണ്ട് ഓരോ ടൈപ്പ് പ്രൊഡക്ട്സും എന്നുള്ളത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അതായത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 ആയിട്ട് പ്രൊഡക്റ്റ് അങ്ങ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ പ്രൊഡക്ട്സും ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബൾക്കായിട്ട് ഇൻവെൻട്രി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ ടൈപ്പ് പ്രൊഡക്റ്റും കയ്യിൽ എത്ര യൂണിറ്റ് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ എഴുതി നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എളുപ്പത്തിൽ അപ്പം ബൾക്കായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻഡിവിജ്വലി നമ്മൾ ഓരോന്നിൻ്റെയും കണക്കെടുത്ത് ചെയ്യണമെന്നില്ല. അത് നമ്മുടെ ലിസ്റ്റിംഗ് ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്താലും കുഴപ്പമില്ല, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യാം. ഇവിടെ അപ്പോൾ നമ്മുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, റോയാലിറ്റീസ് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം, കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ആവശ്യത്തിന് സ്റ്റോക്ക് കയ്യിലുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുകയും കൂടെ ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഓർഡേഴ്സ് മാനേജ് ചെയ്യലാണ്. ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നമ്മൾ എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ ലേബിൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് റെഡി ടു ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാക്കി വെക്കണം. എങ്കിൽ മാത്രമാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ലോജിസ്റ്റിക്സ് വന്നിട്ട് അത് പിക്ക് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഫർദർ ഡിലേ ഒന്നും ഇല്ലാതെ സമയത്ത് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എപ്പോഴും ബുക്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ പേജസിനൊന്നും കേടുപാടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ
കേടുപാട് വരാത്ത രീതിയിൽ തന്നെ പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഷിപ്പിങ്ങിൻ്റെ കാര്യം പിന്നെ ഫ്ലിപ്കാർട്ട് തന്നെ മാനേജ് ചെയ്തോളൂ. പക്ഷേ ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിംഗ് ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സലൻറ്റ് കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ട് ത്രൂ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ഫ്ലിപ്കാർട്ടിലിട്ട് വിൽക്കുന്നതുകൊണ്ട് തന്നെ. പക്ഷേ എങ്കിൽ പോലും കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ക്ലെയിമോ റിട്ടേൺ റിക്വസ്റ്റോ ഡാമേജ് ആയെന്ന് പറഞ്ഞിട്ടൊക്കെ റിക്വസ്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രോപ്പറായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ് യുവർ ലിസ്റ്റിങ്സ് എന്നുള്ളതാണ്. അതായത് ലിസ്റ്റിങ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സ്, പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലാവാനായിട്ട് നമ്മൾ മാക്സിമം കീവേഡ്സും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നമ്മൾ ലിസ്റ്റിംഗ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മാക്സിമം കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻസ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റിലവൻറ്റ് കീവേഡ്സ് നമ്മൾ ടൈറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻസിലൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇമേജസ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയത്ത് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പ്രൊമോഷൻസ് റൺ ചെയ്യാം, അതായത് ആഡ്സ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് പെർഫോമൻസ് ട്രാക്ക് ചെയ്യലാണ്. നമ്മളെല്ലാ സമയത്തും പറയലുള്ളത് പോലെ തന്നെ നമ്മുടെ സെയിൽസ് പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് റെഗുലറായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യണം. അതുപോലെ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്, അവരെ റിവ്യൂസ് എങ്ങനെയാണ് വരുന്നത്, അവർ പ്രൊഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. ഇനി നമുക്ക് എന്തെങ്കിലും ഏരിയാസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതും നമുക്ക് അടുത്ത സെല്ലിംഗ് സ്ട്രാറ്റജി നന്നായി ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടൈം ടു ടൈം മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി, നിങ്ങൾ ഏത് സെല്ലിംഗ് കാറ്റഗറിയിലാണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും നിയമ ഭേദഗതികൾ വരുന്നുണ്ടോ എന്നുള്ളത് സമയാസമയത്ത് നോക്കുക. എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ബുക്സ് സെല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഫ്ലിപ്കാർട്ട് സെല്ലിങ്ങിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പെയ്ഡ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിനായിട്ട് www.businessbuzzplus.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോവുക. അതിനുശേഷം BB+ കോഴ്സസ് എന്ന പേജ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന എല്ലാ കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ കരിക്കുലം എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സാണ് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ കവർ ആയിട്ടുള്ളതെന്ന് മനസ്സിലാവും. കോഴ്സിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് അടങ്ങിയിട്ടുള്ള സെഷൻസ് ആണ്. ഡൗട്ട്സ് നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ ക്ലിയർ ചെയ്യാവുന്നതാണ്. ബിഗിനേഴ്സിനെ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ കോഴ്സസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബേസിക്സും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി ഫ്ലിപ്കാർട്ട് സെല്ലിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.